ثم أتبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا كذلك وقد أحطنا بما لديه خبرا ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني يفرغ عليه قطرا. ദുൽഖർനൈൻ ലോകം മുഴുവനും അടക്കി ഭരിച്ച ഒരു ഭരണാധികാരി, ഒരു മുസ്ലിമായ ഭരണാധികാരി. ഭൂമിയിൽ മുഴുവനും അക്കാലഘട്ടത്തിൽ കണ്ടെത്തിയ കരയുടെ രണ്ടറ്റവും നാല് ഭാഗങ്ങളും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും മുഴുവനും സഞ്ചരിക്കുകയും ചെന്ന സ്ഥലങ്ങളിൽ മുഴുവനും അധികാരം സ്ഥാപിക്കുകയും ചെയ്ത ഒരു മഹാനായ മനുഷ്യനാണ് ദുൽഖർനൈൻ എന്ന് പറയുന്നത്. പടിഞ്ഞാറിൽ ചെന്ന് പിന്നീട് അവിടുന്ന് സൂര്യൻ ഉദിക്കുന്ന അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു. പിന്നെ അദ്ദേഹം സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ആ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്ക് സഞ്ചരിച്ചു എന്നാണ്. കിലോമീറ്ററുകളോളം. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ആ സൂര്യൻ ഒരു ജനതക്ക് ആ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് ഒരു ജനതയെ അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു എന്ന്. ആ ജനതക്ക് താമസിക്കാനുള്ള വീടുകളോ ഭവനങ്ങളോ ഒന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വിഭാഗം ജനതയാണ് അവിടെ താമസിച്ചിരുന്നത്. പകൽ സമയങ്ങളിൽ ഗുഹകളിൽ കയറിയിരിക്കുകയും സൂര്യൻ അസ്തമിച്ചാൽ വേട്ടയാടാൻ പുറത്തിറങ്ങുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ജനത. ആ കാലഘട്ടത്തിലെ ഒരു സാമൂഹിക പാശ്ചാത്തലം അല്ലെങ്കിൽ ഒരു സംസ്കാരം അത്രയേ ഉള്ളൂ. സൂര്യന്റെ വെയിൽ കൊള്ളാൻ സാധ്യമാകാത്ത സമയങ്ങളിൽ ഗുഹകളിൽ അവർ വസിക്കുന്നു. സൂര്യന്റെ ചൂടങ്ങനെ കുറഞ്ഞു വരൽ തുടങ്ങിയാൽ അവർ പുറത്തിറങ്ങുന്നു. പിന്നെ അവർ വേട്ടയാടും. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കണ്ടെത്തുന്നുണ്ട്. കദാലിക് അവിടെ ചെന്ന് നേരത്തെ പോലെ തന്നെ വിശ്വസിച്ചവർക്ക് സുരക്ഷയും അഭയവും ഒക്കെ കൊടുക്കുകയും വിശ്വസിക്കാത്തവർക്ക് അതിൻ്റെതായ ശിക്ഷയും ഒക്കെ കൊടുത്തുകൊണ്ട് തന്റെ അധികാരം അവിടെ സ്ഥാപിക്കുകയാണ് ദുൽഖർനൈൻ ചെയ്തത്. തീർച്ചയായിട്ടും ദുൽഖർനൈനെ സംബന്ധിച്ച് നമുക്ക് പരിജ്ഞാനമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു വച്ചതിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. അവിടെ ചെന്നും അധികാരം സ്ഥാപിച്ചു. പിന്നീടും അദ്ദേഹം യാത്ര തുടർന്നു. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. വടക്കോട്ട് യാത്ര തുടർന്നു, വടക്ക് ഭാഗത്തേക്ക്. അവിടെയും അധികാരം സ്ഥാപിക്കുകയാണ് പിന്നീടുണ്ടായത്. എത്രത്തോളം? ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ, രണ്ട് മലയിടുക്കുകൾക്കിടയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. വജദ മിൻ ദൂനിഹിമാ ഖൗമാ, ആ മലയിടുക്കുകൾക്ക് പുറത്ത് ഒരു ജനത താമസിക്കുന്നത് അദ്ദേഹം കണ്ടു. ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ,
അവരുമായി സംസാരിക്കാൻ നോക്കുന്ന സമയത്ത് ഭാഷയുടെ പ്രശ്നം വന്നു. രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന ഭാഷ അവർക്കറിയാതെയായി. അപ്പോൾ അവിടെ ഒരു ദ്വിഭാഷിയെ വെച്ചുകൊണ്ട് ദുൽഖർനൈനുമായി അവർ സംസാരിച്ചു. എന്താണ് ദുൽഖർനൈൻ പറയുന്നത്, എന്താണ് അവര് പറയുന്നത്, അത് മനസ്സിലാക്കാൻ ഒരു പരിഭാഷ ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരങ്ങുമിങ്ങും സംസാരിച്ചു. അങ്ങനെ അവിടെയും അധികാരം സ്ഥാപിച്ചു. അദ്ദേഹത്തിന് അതിനുള്ള ഒരു ശേഷി ഉണ്ടായില്ല. ആ സമയത്ത് അവർ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു പരാതിയാണ് ഖുർആൻ രേഖപ്പെടുത്തുന്നത്. ഖാലൂ, അവർ പറഞ്ഞു, യാ ദുൽഖർനൈൻ, ഓ ദുൽഖർനൈനെ, ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർദ്. യഅജൂജ് മഅജൂജ് ഭൂമിയിൽ വലിയ കുഴപ്പമുണ്ടാക്കുകയാണ്. ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. ഫഹൽ നജ്അലു ലക ഖർജൻ, നിനക്ക് ഞങ്ങൾ വലിയ സംഖ്യ നൽകട്ടെയോ? എന്തിന്? അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ, അവർക്കിടയിലും ഞങ്ങൾക്കിടയിലും ഒരു വലിയ മതിൽ കെട്ടിത്തരിക. അതിന് ഞങ്ങള് നിനക്ക് വലിയ പൈസ തരാം, സംഖ്യ തരാം. ഖാൽ, അദ്ദേഹം പറഞ്ഞു, മാ മക്കന്നി ഫീഹി റബ്ബി ഖൈർ, എനിക്ക് എന്റെ റബ്ബ് ഭൂമിയിൽ തന്ന സാമ്പത്തിക സൗകര്യങ്ങൾ തന്നെ വളരെ ഉത്തമമാണ്. എനിക്ക് നിങ്ങളെ കാശ് ആവശ്യമില്ല. പക്ഷെ പിന്നെ എന്ത് ചെയ്താൽ മതി? ഫഅഈനൂനി ബിഖുവ്വ, നിങ്ങളുടെ ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക. മാൻ പവർ, തൊഴിലാളികൾ വേണം. പിന്നെയോ ഫഅഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്ബാ, എന്നാൽ നിങ്ങൾക്കും ആ യഅജൂജ് മഅജൂജിന്റെ ഇടയിലും ഞാൻ വലിയ കെട്ട് നിർമ്മിച്ചു തരാം. എവിടെയാണ് ഈ കെട്ട് എന്നതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ തന്നെ ചരിത്രപരമായി പല അഭിപ്രായ ഭിന്നതകളിലും ഉണ്ട്. കാരണം ഇങ്ങനെ ശത്രുപാളയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കെട്ടുകൾ ചരിത്രാതീത കാലഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലും ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുസ്ലിം രാജാക്കന്മാർ എന്ന് മാത്രമല്ല, പല രാജാക്കന്മാരും പല ഭാഗങ്ങളിലും അത്തരം കെട്ടുകളൊക്കെ പലതുകൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അന്നത്തെ ഏറ്റവും വലിയൊരു സഞ്ചാര മാർഗം എന്ന് പറഞ്ഞാൽ അത് കരമാർഗം സഞ്ചരിക്കുക എന്നുള്ളതാണ്, നടന്നു വരിക. അപ്പൊ ശത്രുക്കൾക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ വലിയ കെട്ടുകൾ ഉണ്ടാക്കുക, അത് പഴയ കാലത്തുള്ളതാണ്. ഖുർആൻ പറഞ്ഞ ഈ കെട്ടിനെ സംബന്ധിച്ച് 2-3 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൽ അത് പണ്ഡിതന്മാരൊക്കെ കൂടുതൽ പ്രബലപ്പെടുത്തിയ അഭിപ്രായം, കൊക്കേഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ ദാരിയാൽപുരം എന്ന പേരിൽ ഒരു മലയിടുക്ക് കാണാം. ആ മലയിടുക്കിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്നാണ്. തിഫ്ലീസിനും ഉക്കാസിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. കൊക്കേഷ്യ എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കൻ യൂറേഷ്യയാണ് കൊക്കേഷ്യ എന്ന് പറയുന്നത്. കൊക്കേഷ്യയുടെ തെക്ക് ഭാഗം തുർക്കിയും ഇറാനും, പടിഞ്ഞാറ് കരിങ്കടൽ, കിഴക്ക് കാസ്പിയൻ കടൽ, വടക്ക് റഷ്യ, ഇങ്ങനെ അതിരിട്ട് കിടക്കുന്ന ഒരു പ്രവിശ്യയാണ് കൊക്കേഷ്യ എന്ന് പറയുന്നത്. ആ കൊക്കേഷ്യയിലെ സ്ഥലമാണ് എന്ത്? തിഫ്ലീസും കൂക്കാസും. ആ 2 പർവ്വതങ്ങൾക്ക് ഇടയിലുള്ള സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടാണ് മഹാനായ ദുൽഖർനൈൻ കെട്ടിയ കെട്ട് എന്ന് പറയുന്നത്. എന്താണ് യഅജൂജ് മഅജൂജ് എന്ന് പറയുമ്പോൾ? യഅജൂജ് മഅജൂജ് എന്ന് പറയുന്നത് 2 ജനതയെ സംബന്ധിച്ചിട്ടുള്ള പ്രയോഗമാണ്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്നത് മഹാനായ സയ്യിദിന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകനാവുന്ന യാഫിസിന്റെ സന്താന പരമ്പരക്കാണ് യഅജൂജ് മഅജൂജ് എന്ന് പറയുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പേരക്കുട്ടികൾ യാഫിസിന്റെ സന്താന പരമ്പരയിൽ
കണക്കാക്കി പോരുന്നത് ബ്രിട്ടീഷുകാരും ജർമ്മൻകാരും മുഗളവർഗക്കാരും ഒക്കെ മഅ്ജൂജ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. റഷ്യക്കാരും താർത്താരികളും ഒക്കെ യജൂജ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇവിടെ മുഗളവർഗക്കാരും താർത്താരികളും തുർക്കിയിൽ ഉള്ളവരാണ്. തുർക്കിയിലെ ഈ മുഗളവർഗക്കാരും താർത്താരികളും ഈ പ്രദേശത്തേക്ക് അക്രമകാരികളായി കടന്നു വരികയും ഇവരെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ കൊക്കേഷ്യയിലെ ഈ നാട്ടുകാർ ദുൽഖർനൈനിയോട് അവർ വരുന്ന ഈ രണ്ട് മലയിടുക്കുകൾക്ക് ഇടയിലൂടെ കടന്നു വരുന്ന വഴിയിൽ വലിയൊരു കെട്ടുകെട്ടി തരണം എന്നാവശ്യപ്പെട്ടു. അപ്പൊ ഇത് രണ്ട് സംസ്കാരങ്ങളുള്ള ഒരു ജനതയെ സംബന്ധിച്ചാണ് യജൂജ് മഅജൂജ് എന്ന് പറയുന്നത്. ഇന്നും ഭൂമിയിലെ വർഗമുണ്ട്. അവരുടെ ആക്രമണങ്ങൾ എപ്പോഴും മുസ്ലിമീങ്ങൾ ഭയപ്പെടണമെന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അവരെന്നും മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും ഈ തൗഹീദിനെതിരെയും അവർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഭയാനകരമായ ആക്രമണം യജൂജ് മഅജൂജ് പുറപ്പെടും ഖിയാമത്ത് നാളാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ആക്രമണത്തിന്റെ പുറപ്പെടലാണ്. അത് ദജ്ജാൽ വന്നതിന് ശേഷമാണ് എന്നാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. അതിന്റെ മുമ്പ് ചെറിയ ചെറിയ ആക്രമണങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ വിഭാഗത്തിനെ കൊണ്ട് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്? എന്റെ അടുത്ത് നിങ്ങൾ ഇരുമ്പ് പലകകൾ കൊണ്ടുവരിക. അന്നത്തെ ഒരു നിർമ്മാണ ഇരുമ്പ് പലകകൾ കുറെ കൊണ്ടുവരാൻ. എന്നിട്ട് അത് ഇങ്ങനെ അടുക്കി വെച്ചു. ഈ രണ്ട് ഉയർന്ന മലകൾക്കിടയിൽ ഈ ഇരുമ്പ് പലകൾ അടുക്കി വെച്ച് അത് അതിന്റെ ഒപ്പം ആവുന്നത് വരെ അടുക്കി വെച്ചു. ഈ ഇരുമ്പ് പലകൾ ഇങ്ങനെ വെക്കുമ്പോ എന്ത് ചെയ്തിരുന്നു? ഇരുമ്പിന്റെ കഷ്ണങ്ങൾ വെക്കുമ്പോ അതിന്റെ ഇടയിലൊക്കെ കത്തിക്കണ കരിയും മറ്റുള്ള കത്താൻ പറ്റിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ പൊക്കിയിരുന്നത്. എന്നിട്ട് ഈ രണ്ട് മലകളുടെ അത്ര ഉയരത്തിലാണ് എത്തിയപ്പോ അതാണ് കത്തിക്കാൻ പറഞ്ഞു. ഇരുമ്പാണ് കത്തിച്ച് എങ്ങനെ ഉണ്ടാവും? ഇരുമ്പാണ് കത്തിച്ച് പഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? കണ്ടോ, രണ്ട് മലകൾക്കിടയിൽ ഈ ഇരുമ്പിന്റെ പലകകൾ ഉയർന്ന് സമമാകുന്നത് വരെ അത് അടുക്കി വെക്കാൻ പറഞ്ഞു. ഖാൽ, എന്നിട്ട് ദുൽഖർനൈനി പറഞ്ഞു, ഉംഫുഹു, ഇനി അതിൽ ഊതുക, ശക്തമായി ഊതുക. ഹത്താ ഇദാ ജഅലഹു നാറാ, അങ്ങനെ അത് ഒന്നിച്ച് കത്തി ഇങ്ങനെ തീഗോളമായി മാറി. ഒരു തീക്കട്ട, ഇരുമ്പങ്ങട് കത്തി പഴുത്ത് നിൽക്കുകയാണ്. അവിടെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്, അത് ഊതുന്ന ആൾക്കാർക്ക് ആ തീയിന്റെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അത് ദുൽഖർനൈനിയുടെ കറാമത്ത് കൊണ്ട് അതിൽ പണിയെടുക്കുന്നവർക്കൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. അങ്ങനെ തീഗോളമായി നിൽക്കുമ്പോ പറഞ്ഞു, ഖാൽ, ദുൽഖർനൈനി പറഞ്ഞു, ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റാ, എന്റെ അടുത്ത് നിങ്ങൾ ചെമ്പ് കൊണ്ടുവരൂ, എന്നിട്ട് ആ ചെമ്പിനെ ഞാൻ അത് ഒഴിക്കട്ടെ. അപ്പൊ ഈ കത്തി നിൽക്കുന്ന ഈ ഇരുമ്പിന്റെ തീക്കട്ടയായി നിൽക്കുന്ന ഈ ഇരുമ്പിന്റെ ഈ കെട്ടിലേക്ക് ചെമ്പാട് ഒഴിച്ചപ്പോൾ അത് പൂർണ്ണമായി ചെമ്പും ഇരുമ്പും പാടെ ഉരുകി ഒട്ടി വലിയൊരു കട്ടയായി. അങ്ങനെ ആവുമ്പോൾ പിന്നെ എന്തുണ്ടാവില്ല? അതില് ദ്വാരം ഉണ്ടാക്കാൻ സാധിക്കൂല. അത്രമാത്രം വലിയ ബലമുള്ള ഒരു കട്ടയായി. അപ്പൊ അതില് ശത്രുക്കൾക്ക് ഇപ്പുറത്തുനിന്ന് ഓട്ട തുറക്കാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. പിന്നെയോ ചെമ്പ് ഇരുമ്പുമാട് ഉരുകി ഒലിച്ച സാധനമാകുമ്പോ ഭയങ്കര ഒരു മെഴുക്കുണ്ടാവും പറയുന്നത്. അപ്പൊ നമുക്കിവിടെ പിടിച്ചു കയറാനും പറ്റൂല. അപ്പൊ പിടിച്ചു കയറാനും പറ്റൂല, ഓട്ടം ഉണ്ടാക്കിയത് കേടെടുത്താനും കഴിയില്ല. ആ നിലക്കുള്ള കെട്ടണ കെട്ടി കൊടുത്തു. അപ്പൊ ആ കെട്ടണ കെട്ടിയപ്പോൾ അവർക്ക് സമാധാനമായി. ഖുർആൻ തന്നെ പറഞ്ഞത്, അവർക്ക് അതിന്റെ മുകളിൽ കയറാൻ സാധിക്കൂല, അവർക്ക് അതിന് നെക്കബ് ഉണ്ടാക്കാനും കഴിയില്ല, ദ്വാരുണ്ടാക്കാനും അവർ കഴിഞ്ഞ. എന്നിട്ട് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ അവരോട് പറഞ്ഞു, ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇത് എന്റെ റബ്ബിൽ നിന്നുള്ള കാരുണ്യമാണ്. ഫൈദാ ജാഅ വഅദു റബ്ബി ജഅലഹു ദക്കാ, എന്റെ റബ്ബിന്റെ വാഗ്ദാന സമയം എത്തിക്കഴിയുമ്പോൾ ഇതൊക്കെ
പൊടിപടലമായി മാറും. അള്ളാഹു വിചാരിച്ചാൽ ഈ മതിൽ കെട്ട് ഭാവിയിൽ നശിച്ചു പോകും. എന്റെ റബ്ബ് ഒരു സമയം ഒന്നിന് നിശ്ചയിച്ചാൽ അത് സത്യസന്ധമായി നടക്കുക തന്നെ ചെയ്യും. അവരിൽ നിന്ന് ചിലർക്ക് മേലെ ആക്രമണങ്ങൾ അയച്ചുവിടുന്നവരായ നിലയിൽ തന്നെ അവരെ നാം ഒഴിച്ചുവിട്ടു. അങ്ങനെ സൂർ കാഹളത്തിൽ ഊതപ്പെടുകയും ചെയ്യുമ്പോ അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും എന്ന് വെച്ചാൽ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. ഖിയാമത്ത് നാളിന്റെ സമയത്ത് എന്ത് ചെയ്യും? ഇതൊക്കെ മുഴുവനും തരിപ്പണമായി തകർന്നുകൊണ്ട് ഈ യജൂജ് മജൂജുകളാവുന്ന മംഗോളിയന്മാരുടെയും താർത്താരികളുടെയും ബ്രിട്ടീഷുകാരുടെയും ജർമ്മൻകാരുടെയും റഷ്യക്കാരുടെയും ഒക്കെ ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്ക് നേരെ തുരുതുരാ വന്നുകൊണ്ടിരിക്കും. എപ്പോ? അങ്ങനെ അതിക്രമിച്ച് കടന്നു വരുന്നതായ ആക്രമണത്തിന്റെ ശക്തമായ സമയം നിലനിൽക്കുമ്പോഴാണ് സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെട്ട് അവരെ എല്ലാവരെയും മഹ്ശറിൽ ഞാൻ ഒരുമിച്ച് കൂട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ യജൂജ് മജൂജിന്റെ ആക്രമണം കണക്കാക്കപ്പെടുന്നത് അത് ദജ്ജാൽ വന്നതിന് ശേഷമാണ് എന്നർത്ഥം. അതിന്റെ ഇടയിൽ അവരിൽ നിന്ന് ആക്രമണങ്ങൾ പലപ്പോഴും ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഉണ്ടാകും. പക്ഷെ ഈ പൂർണ്ണമായും ആക്രമണങ്ങൾ അയച്ചുവിടുന്ന സമയം വരുന്നത് അത് സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടാൻ പറ്റുന്ന ആ സന്ദർഭത്തിലായിരിക്കും. അത് ദജ്ജാലും വന്നതിന് ശേഷമാണ് എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചൈനയുടെ വൻമതിൽ എന്ന് പറയുന്ന 1500ഓളം നാഴിക നീളമുള്ള ചൈനയുടെ വൻമതിലുണ്ട്. അതൊക്കെ ഇത്തരം ഈ എന്താ പറയാ അക്രമകാരികൾക്ക് എതിരെ തടയാൻ വേണ്ടി കിട്ടിയതാണെങ്കിലും ചൈന വൻമതിലൊന്നുമല്ല. ദുൽഖർനൈൻ കിട്ടിയ വൻമതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കൊക്കേഷ്യയിലെ ആ 2 പർവ്വതങ്ങൾക്കിടയിലുള്ള മതിലാണ് എന്നതിനെയാണ് ചരിത്രകാരന്മാർ കൂടുതൽ പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. ചൈന വൻമതിൽ അടക്കമുള്ള ഒരുപാട് ഇത്തരം മതിലുകൾ ചരിത്രാതീത കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചരിത്രകാരന്മാർക്കിടയിൽ ഏതാണ് ദുൽഖർനൈൻ ഉണ്ടാക്കിയ മതിൽ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി പറയാൻ സാധിക്കാത്ത വിധത്തിൽ അഭിപ്രായാന്തരങ്ങൾ കടന്നു വന്നത്. പക്ഷേ ദുൽഖർനൈൻ ഇങ്ങനെ യൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ യാഫിസ് എന്ന മകന്റെ സന്താന പരമ്പരയിലൂടെ ജീവിക്കുന്ന അതിക്രമകാരികളായ ഒരു ജനതയുടെ ആക്രമണം മുസ്ലിമീങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിലും അവരുടെ ആക്രമണത്തിൽ നിന്ന് ആ കൊക്കേഷ്യയിൽ താമസിക്കുന്ന ആ പാവപ്പെട്ട ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മതിൽ പണിതിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചും ഖുർആൻ വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഗൗരവതരമായ സൂചനയാണ് യജൂജ് മജൂജിന്റെ ഈ സൂചന. അത് മുസ്ലിമീങ്ങൾക്കെതിരെ തൗഹീദിനെതിരെ എന്നും ഒരു ശക്തമായ ആക്രമണ ബിന്ദുവായി എന്നും നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ നൽകുന്നത്. ഈ ദുൽഖർനൈൻ ലോകം മുഴുവനും അടക്കി ഭരിച്ച വടക്ക് ഭാഗം, തെക്ക് ഭാഗം, കിഴക്ക് ഭാഗം, പടിഞ്ഞാറ് ഭാഗം 4 ഭാഗവും ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയ കരകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സഞ്ചരിക്കുകയും മഹാനായ ഒരു വലിയായിരുന്നു എന്നും അല്ല പ്രവാചകനാണോ എന്ന് പോലും ചരിത്രം സംശയിച്ച് രേഖപ്പെടുത്തിയ ഒരു മഹൽ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹം ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും വിശ്വാസികൾക്ക് സംരക്ഷണം കൊടുക്കുകയും അല്ലാത്തവർക്ക് അവരുടേതായ ജീവിത സംരക്ഷണം നൽകുകയും ചെയ്തുകൊണ്ട് ഒരു നീതിയുക്തമായ ഭരണം നടത്തിയ ലോകം ഒന്നടങ്കം ഭരിച്ച ഒരു ഭരണാധികാരിയായി ഖുർആൻ രേഖപ്പെടുത്തുന്നത് സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പറഞ്ഞതും കേട്ടതും ഒക്കെ അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെല്ലാം ഹാസിലാക്കി തരുമാറാകട്ടെ. ദുആ ചെയ്യുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹീലത വലാ ഇഹ്തിയാല വലാ മൽജഅ വലാ മൻജാ മിനല്ലാഹി ഇല്ലാ ഇലൈഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹീലത വലാ ഇഹ്തിയാല വലാ മൽജഅ
ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه لا حول ولا قوة إلا بالله لا حيلة ولا احتيال ولا ملجأ ولا منجا من الله إلا إليه أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا صمدا لم يتخذ صاحبة ولا ولدا ولم يكن له كفوا أحد അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഇബാദത്തിന് തടസ്സം വരുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. നിന്റെ സലഫു സാലിഹീങ്ങളായ സജ്ജനങ്ങളിൽ ഞങ്ങൾ നീ ചേർക്കണം റഹ്മാനെ. റഹ്മാനും റഹീമുമായ തമ്പുരാനെ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഈ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊണ്ട് കിടക്കുന്നവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. റഹ്മാനെ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അവരുടെ നല്ല ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിന്റെ അഖിലകാരികളിൽ ചേർക്കണം റഹ്മാനെ. റഹ്മാനെ, ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. എല്ലാ അർത്ഥത്തിലും 10 മടങ്ങ് ഇരട്ടിയായി പ്രതിഫലം നൽകണം റഹ്മാനെ. റഹ്മാനെ, മുതഅല്ലിമുകളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. നാഫിയായ ഇൽമു കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാക്കണം റഹ്മാനെ. എല്ലാ വസ്വാസുകളിൽ നിന്നും കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഈമാൻ സലാമത്തിലാക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.